നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പാലിയേക്കര ടോൾ പിരിവ് വിലക്കിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ വിലക്ക് അതുവരെ തുടരും. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു. ചാലക്കുടി നഗരസഭാ പരിധിയിലെ വിജയരാഘവപുരം പുലയൻ നഗരം പുറമ്പോക്കിലെ അപേക്ഷകർക്കുള്ള പട്ടയ വിതരണം ഉടൻ നടത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. സനീഷ് കുമാർ MLA നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പിരിവ് വിലക്കിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ വിലക്ക് അതുവരെ തുടരും. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു. ജില്ലാ കളക്ടർ ഇന്നും ഹാജരായി. ഇടക്കാല ഗതാഗത കമ്മിറ്റി സമർപ്പിച്ച പുതിയ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. ഹർജി നൽകിയവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് NHAI കോടതിയെ അറിയിച്ചു. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഹർജി നാളത്തേക്ക് മാറ്റി. ഇടക്കാല ഗതാഗത കമ്മിറ്റി ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിക്കാൻ സമയം വേണമെന്ന് കോടതി വ്യക്തമാക്കി. ചാലക്കുടി നഗരസഭാ പരിധിയിലെ വിജയരാഘവപുരം പുലയൻ നഗരം പുറമ്പോക്കിലെ അപേക്ഷകർക്കുള്ള പട്ടയ വിതരണം ഉടൻ നടത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. ദീർഘനാളായി പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് ചട്ടങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLA നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കൊരട്ടി, മേലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കന്നുകാലി മേച്ചിൽപ്പുറം പുറമ്പോക്കിലെ താമസക്കാരായ അപേക്ഷകർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും നിലവിൽ നികുതി അടയ്ക്കുകയും എന്നാൽ പട്ടയരേഖകളോ പകർപ്പുകളോ കൈവശമില്ലാത്ത കൊടകര നാടുകുന്ന് പ്രദേശത്തെ 25ഓളം കുടുംബങ്ങൾ ഭൂമി സംബന്ധമായ രേഖകൾ ഹാജരാക്കേണ്ടതായ ഘട്ടങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കനാലുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഭൂമിയിൽ കനാൽ സംബന്ധമായ ആവശ്യങ്ങൾ കഴിച്ചുള്ള ഭൂമിയിലെ സ്ഥിരതാമസക്കാരായ അർഹതയുള്ള അപേക്ഷകർക്ക് പട്ടയം നൽകാമെന്നുള്ള നിലപാട് ജലവിഭവ വകുപ്പ് അറിയിച്ചതായും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാതി സെൻസസ് എത്രയും വേഗം നടത്തിക്കൊണ്ട് സമൂഹത്തിലെ മുഴുവൻ മേഖലയിലും ആനുപാതികമായി പ്രാതിനിധ്യം നൽകണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനത്തിന്റെ സാംസ്കാരിക സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം പലതുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക തനിമയിൽ ശോഭിക്കുന്ന ഒട്ടേറെ വസ്തുക്കളുണ്ടെങ്കിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നില്ല. അതെല്ലാം പണ്ട് കാലഘട്ടത്തിൽ പണിതീർത്ത ആരാധനാലയങ്ങളുടെ, രാജസദസ്സുകളുടെ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കരവിരുതും അതിൻ്റെ സൗന്ദര്യമാണ് ഇന്ത്യയെ കൂടുതൽ ലോകത്തിൻ്റെ മുന്നിൽ അറിയിക്കുന്നത്. ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ലക്ഷക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകൾ, ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ പലപ്പോഴും കാണാൻ താല്പര്യപ്പെടുന്നത് അത്തരത്തിലുള്ള വാസ്തുശില്പങ്ങളെയും അതിൻ്റെ പാരമ്പര്യത്തെയും. ഇതാരാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പൂർവ്വന്മാർ ഉണ്ടാക്കിയതാണ്. യോഗത്തിൽ ചെയർമാൻ PA കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരുടെ അവശതകൾക്ക് പരിഹാരം കാണുന്നതിന് പ്രത്യേക പാക്കേജ് കൊണ്ടുവരുവാനും വിശ്വകർമ്മ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ തയ്യാറാവണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KS മനോഹരൻ ആവശ്യപ്പെട്ടു. ജനറൽ കൺവീനർ EK ധർമ്മദേവൻ, സംസ്ഥാന ബോർഡ് മെമ്പർ AR സുബ്രഹ്മണ്യൻ, മണി വെന്നിക്കൽ, TB സുരേഷ് ബാബു, CDS കൊടുങ്ങല്ലൂർ ചെയർപേഴ്സൺ ശൈല ബാബു, പ്രവിന്ദ വിജുമോൻ, കലാശിവൻ, സാവിത്രി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് നഗരം ചുറ്റി ശോഭായാത്ര നടന്നു. NP രാജഗോപാൽ, NK അനിൽകുമാർ, ഉമേഷ്, സുരേഷ് ബാബു, വിജയകുമാർ, TP രാജൻ, രജനി സുരേന്ദ്രൻ എന്നിവർ ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകി.
പ്രവാസി സംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള പ്രവാസി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ മാരാംകോട് മലയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന വീരാൻകുടി അരേക്കാപ്പ് ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രവാസി സംഘം ചാലക്കുടി ഏരിയ സെക്രട്ടറി ഹാഷിം അമ്പാടൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജെരീഷ് പി ജോസ്, കെ വി ടോമി, വി പി സെബാസ്റ്റ്യൻ, എം ജെ ഡെന്നി, പി വി അജിത് കുമാർ, എ എസ് താജുദ്ദീൻ, ഇ ആർ ബാബു, പി എ പ്രകാശൻ, ജെയ്സൺ കാവുങ്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു. ജെയ്സൺ ഒക്കെ ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നതനുസരിച്ച് ഞങ്ങളത് കഴിയുന്നത് ഞങ്ങൾ അവരോട് പറഞ്ഞ് ഞങ്ങൾ ചെയ്യും. ഇതൊരിക്കലും ഞങ്ങൾ ഈ വന്നവരുടെ മാത്രമല്ല, ഇതൊരുപാട് പേരുടെ ചെറിയ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് കൂട്ടിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് മൂല്യമുണ്ട്. കിറ്റ് ചെറുതാണെങ്കിലും ഇതിന്റെ സന്ദർശവും ഒരുപാട് വലുതാണ്. അപ്പോൾ അങ്ങനെ മാത്രം കാണാൻ. അപ്പോൾ അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തിക്കുന്നതിനുള്ള സന്തോഷമുണ്ട്. മറ്റത് ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കും. അത് ആരുടെ കയ്യിലേക്ക് എത്തുന്നത് ഞങ്ങൾ അറിയാം. ചാലക്കുടി മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റായിരുന്ന മൂർക്കന്നൂർ നാരായണൻ അനുസ്മരണം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തി. പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. ബിനു മഞ്ഞളി, ഷൈജു പുത്തൻപുരയ്ക്കൽ, ചന്ദ്രൻ കൊളത്താപ്പിള്ളി, എം ഡി ഡേവിസ്, എൻ എ ഗോവിന്ദൻകുട്ടി, ഡേവിസ് വെളിയത്ത്, ജോബി മേലേടത്ത്, റൈസൺ ആലൂക്ക, ബിജു മാളക്കാരൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹം ചെയ്ത സേവനം എന്ന് പറയുന്നത് ചാലക്കുടിയിലെ ദേശീയോത്സവത്തിന് മുഖ്യ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ഡോക്ടർ മൂർക്കന്നൂർ. ചാലക്കുടി പള്ളിയിലെ പെരുന്നാളിന് അദ്ദേഹം ചെയ്ത ആ നല്ല സേവനം ഒരിക്കലും മറക്കാനാവാത്തൊരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു 5 ദിവസം മുന്നേ ഇരിങ്ങാലക്കുടയിൽ ഒരു നമ്മുടെ മെമ്പറുടെ അപ്പം മരിച്ചപ്പോൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു രാജദൂത് വണ്ടി ഉണ്ടായിരുന്നു. ആ രാജദൂത് വണ്ടി വിളിച്ചതോട് മൂത്തേട എൻ്റെ കൂടെ ആരും വരാനില്ല, ഒന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ സഞ്ചരിച്ച ഒരു ആളാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടിയാണ് ആ രാജദൂതിന്മേ റീത്തും വെച്ച് ഞങ്ങൾ റീത്ത് സമർപ്പിക്കാൻ പോയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലേക്കര ടോൾ പിരിവ് വിലക്കിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ വിലക്ക് അതുവരെ തുടരും. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു. ചാലക്കുടി നഗരസഭാ പരിധിയിലെ വിജയരാഘവപുരം പുലയൻ നഗരം പുറമ്പോക്കിലെ അപേക്ഷകർക്കുള്ള പട്ടയ വിതരണം ഉടൻ നടത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. സനീഷ് കുമാർ MLA നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.